ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻസിൻ്റെ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു സെഗ്മെൻ്റ് ഒന്നുമല്ല, വളരെ കുറച്ച് വണ്ടികളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ അമേസ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം അതിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ഈ അടുത്ത് തന്നെ വന്ന ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഡിസയറായിട്ട് തന്നെയായിരിക്കും. സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. ഡിസയറും അമേസും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും നല്ലത് എന്നുള്ളത് അത് നമ്മൾ ഓരോ പോയിന്റ്സ് വെച്ചാണ് ഇപ്പോൾ കവർ ചെയ്യുന്നത്. അതായത് ഡിസയർ എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, അമേസ് എടുക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. നമുക്ക് എന്തായാലും ആദ്യം അമേസ് എടുക്കാനുള്ള ഡിസയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ആയിട്ട് എന്തൊക്കെ പോയിന്റ്സ് ആണ് വരുന്നത് എന്ന് നോക്കാം. അതിലിപ്പം ഡിസൈൻ തീർച്ചയായും സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസൈൻ കൂടുതൽ ഇഷ്ടപ്പെടാം, അതുപോലെ അമേസിൻ്റെ ഡിസൈൻ കൂടുതൽ ഇഷ്ടപ്പെടാം. പക്ഷെ അതല്ലാതെ വേറൊരു പോയിന്റ് വരുന്ന ഡയമെൻഷൻസ് ആണ്. ഡയമെൻഷൻസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെങ്ത് വൈസ് രണ്ട് വണ്ടികളിലും ഒരു വ്യത്യാസമില്ല. 3995 മില്ലിമീറ്റേഴ്സ് തന്നെയാണ് രണ്ടിൻ്റെ ലെങ്ത് വരുന്നത്. വിട്ടിലേക്ക് വരുമ്പോഴേക്കും ചെറിയ ഡിഫറൻസ് ഉണ്ട്. 2 മില്ലിമീറ്റേഴ്സ് അമേസിന് കുറവാണ്. ആ ഒരു അത്രയും വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹൈറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. 25 മില്ലിമീറ്റേഴ്സ് അമേസിന് കുറവാണ്. അത് അത്യാവശ്യം നല്ല ഡിഫറൻസ് ആണെന്ന് പറയും. പ്രത്യേകിച്ച് ഒന്നാമത് രണ്ടും സെഡാൻസ് ആയതുകൊണ്ട് ഹൈറ്റ് കുറവാണ്. അതിൽ തന്നെ 25 മില്ലിമീറ്റേഴ്സ് അമേസിന് കുറവാണെന്ന് പറയുമ്പോൾ സഫീഷ്യൻറ്റ് ഒരു കുറവ് നമുക്ക് അവിടെ പറയാൻ പറ്റും. ഇനി അടുത്ത വീൽ ബേസ് എടുക്കുകയാണെങ്കിൽ അവിടെ അമേസ് 20 മില്ലിമീറ്റേഴ്സ് കൂടുതലാണ് നിൽക്കുന്നത്. എഗെയിൻ സബ് 4 മീറ്റർ കോമ്പാക്ട് സെഡാൻസ് എന്ന് പറയുമ്പോൾ 2450 റേഞ്ചിലാണ് മിക്കവാറൊക്കെ ഇതിന് വീൽ ബേസ് വരാറുള്ളത്. അതിൽ നിന്നും കുറച്ചും കൂടെ ഒക്കെ കൂടുതലായിട്ടാണ് ഹോണ്ട ഇതിൻ്റെ വീൽ ബേസ് കൊടുത്തിരിക്കുന്നത്. ക്യാബിൻ സ്പേസിന് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്കത് എഫക്റ്റ് ചെയ്യുമെന്ന് പറയാം. ഡയമെൻഷൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഫീച്ചേഴ്സ് ആണ്. അതായത് അമേസിന് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നമ്മൾ ഡിസയർ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതലുള്ളത് എന്നുള്ളത്. അതിൽ ആദ്യം തന്നെ പറയാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൽ വരുന്ന LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമുക്ക് ഡിസയറിൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, പക്ഷേ അത് LED അല്ല, സാധാരണ ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് LED സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് DRL തന്നെയാണ് വരുന്നത്. ബാക്കി ഡിഫറൻസ് വരുന്നതെല്ലാം അകത്താണ്. നമുക്ക് ഡിസയറിൽ 4.2 ഇഞ്ച് സൈസ് വരുന്ന ഒരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് TFT ക്ലസ്റ്റർ മാത്രമേ കിട്ടുന്നുള്ളൂ. അതിന് ടോപ്പ് എൻഡിലാണ് കളർ TFT ഡിസ്പ്ലേ ഒക്കെ ഉള്ളത്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് ബേസ് മോഡൽ മുതൽ തന്നെ 7 ഇഞ്ചസിൻ്റെ സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണ് കിട്ടുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ഡിജിറ്റലാണ്. റൈറ്റ് സൈഡിലുള്ള സ്പീഡോമീറ്റർ മാത്രമേ അനലോഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അതായത് സിറ്റിയിലൊക്കെ വരുന്ന സെയിം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ബേസ് മോഡൽ മുതൽ കൊടുക്കുന്നത്. സോ വളരെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അതും നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഏത് വേരിയൻ്റ് എടുത്താലും CVT നമുക്ക് കിട്ടുന്നുണ്ട്. എഗെയിൻ ഡിസയറിൽ ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ളൊരു ചേഞ്ച് ഇതിൻ്റെ അകത്ത് വരുന്നത് അഡ്വാൻസ് ടയർ റെസിസ്റ്റൻസ് സിസ്റ്റം ആണ്. അത് ഈ സെഗ്മെൻറ്റിൽ തന്നെ വേറൊരു വണ്ടിയും ഓഫർ ചെയ്യുന്നില്ല, ആകെ ഇതിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഇൻഫാക്ട് നമുക്കിപ്പോൾ ഇന്ത്യയിൽ വാങ്ങാവുന്നതിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് എഡാസ് വരുന്ന ഒരു കാറും ഇത് തന്നെയാണ്. വേറെ വണ്ടികളൊന്നും ഇല്ല മീൻസ് കുറച്ചും കൂടെ പ്രൈസ് കൂടുതൽ കൊടുത്താലും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇത് ലെവൽ 2 ആണ്. ആൻഡ് ഇത് പ്രാക്ടിക്കൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കണ്ടീഷൻസിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അകത്ത് അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വെച്ച് നോക്കുമ്പം ഓക്കെ ആണ്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും ഉപയോഗമുള്ള വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒറ്റ ആപ്പിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഇനി ബാക്കി പ്ലസ് പോയിന്റ്സ് ഡിസയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ടോപ്പ് ആൻഡ് പവർ ഡെലിവറി ആണ്. ഞാനിപ്പം പവർ എന്ന് പറഞ്ഞ ആസച്ച് എടുത്ത് പറയാത്തത് ഈ വാഹനത്തിൻ്റെ 1.2 ലിറ്റർ NA പെട്രോൾ, നമ്മൾ പറഞ്ഞു വരുമ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ്, ഡിസയറിന് 3 സിലിണ്ടർ എഞ്ചിനാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റിലേക്ക് പോകുന്ന കാര്യമാണ്. കാരണം വൈബ്രേഷൻസ് വളരെ കുറവാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലോ എൻഡ് വളരെ മോശമാണ് എഞ്ചിൻ്റെ. നമ്മൾ ലോ എൻഡിൽ നിന്ന് അത്യാവശ്യം ഒന്ന് പിക്കപ്പ് ചെയ്തൊക്കെ എടുക്കാൻ നോക്കുകയാണെങ്കിൽ വണ്ടി വല്ലാതെ സ്ട്രഗിൾ ചെയ്ത് എടുക്കുകയുള്ളൂ. ഈവൻ കയറ്റം കയറുക അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോഴേക്കും ഇത് കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു എഞ്ചിനാണ്. നമുക്ക് പവർ കിട്ടണമെങ്കിൽ ടോപ്പ് എൻഡിലോട്ട് കയറി പോകണം. ഒരു 4000 RPM ഒക്കെ കഴിഞ്ഞാൽ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ ജീവൻ ഉള്ളതായിട്ട് നമുക്ക് തോന്നുള്ളൂ. മിഡ് റേഞ്ചും കുറച്ച് വീക്കാണ്. സോ അതാണ് ഈ ഒരു എഞ്ചിൻ്റെ പ്രശ്നം. പക്ഷേ ഇപ്പോൾ 0 to 100 ആക്സലറേഷനൊക്കെ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഡിസയറിലും ഫാസ്റ്റാണ്. ഡിസയർ ഇപ്പോൾ പുതിയ Z12V എഞ്ചിൻ വന്നുകൊണ്ട് 13-14 സെക്കൻഡ്സ് എടുക്കും 0 to 100 എത്താനായിട്ട്. ഈ വണ്ടി പക്ഷേ 11.8 to 12 സെക്കൻഡ്സിനടുത്താണ് അവർ പറയുന്നത്. സോ അക്കാര്യത്തിൽ ഫാസ്റ്റാണ്.
നമ്മൾ ഈ ടോപ്പ് എൻഡ് പെർഫോമൻസ് ഒന്നും എടുക്കാതെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയിലി ലൈഫിലുള്ള പെർഫോമൻസ് എടുക്കുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഡിസയർ ആയിരിക്കും നല്ലത്. കാരണം അതിൻ്റെ അകത്ത് കുറച്ചുകൊണ്ട് ലോ എൻഡ് പെർഫോമൻസ് ബെറ്റർ ആയതുകൊണ്ട് അത് അവർ ട്യൂൺ ചെയ്തിരിക്കുന്നതിന് ലോ എൻഡിന് വേണ്ടിയാണ്. ഡെയിലി സിറ്റി കൂടെ ഓടിച്ചുകൊണ്ട് നടക്കാൻ കുറച്ചുകൊണ്ട് നല്ലതായിരിക്കും അത്. ഇനി അടുത്തൊരു ചേഞ്ച് പറയാൻ പറ്റുന്ന ഈ വാഹനത്തിന് ട്രാൻസ്മിഷനാണ്. നമുക്ക് ഇതിനകത്ത് CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് കിട്ടുന്നത്. പൊതുവെ സെഗ്മെൻറ്റിലുള്ള വണ്ടികളിലെല്ലാം ഓർ ഈവൻ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള സെഗ്മെൻറ്റുകളിലെല്ലാം തന്നെ വരുന്നത് AMT ഓട്ടോമാറ്റിക് ആണ്. പക്ഷേ എന്തായാലും ഹോണ്ട ഒരിക്കലും AMT കൊടുക്കാറില്ല. ഒന്നെങ്കിൽ അവർ ടോക്കൺ കൺവേർട്ടറാണ് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന CVT ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ വീണ്ടും CVT വെച്ച് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. 7 സ്റ്റെപ്പ് CVT ട്രാൻസ്മിഷനാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. കുറച്ച് പ്രൈസ് നമ്മൾ മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ CVT എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷനാണ്. നമുക്കിപ്പോൾ കൂടുതലും ടൗണിൽ കൂടെ ഓടിക്കാനാണെങ്കിൽ വണ്ടിയുടെ ബേസിക്കലി ഗിയർ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഇങ്ങനെ സ്മൂത്തായിട്ട് ഒഴുകി പോകുന്ന ഒരു ഫീൽ ആയിരിക്കും കിട്ടുന്നത്. അല്ലാതെ ഗിയർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജെർക്കാവും അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ അടുത്ത പ്ലസ് പോയിന്റ് വരുന്ന ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഇതിനകത്ത് 416 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് ആണ് കിട്ടുന്നത്. ഡിസയറിൽ കുറച്ചുകൂടെ കുറവാണ്, 382 ലിറ്റേഴ്സ് ആണ്. കമ്പയർ ചെയ്യുമ്പം ഈ ലിറ്റർ കണക്കിൽ മാത്രമേ ഇതിനകത്ത് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. റിയൽ ലൈഫിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷെ എന്നാൽ പോലും ഇതിനകത്ത് സൈസ് കുറച്ചുകൂടെ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇൻറ്റീരിയറിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ രണ്ട് വണ്ടികൾ അത്യാവശ്യം നല്ലതാണ്. സ്പേസും ഓൾമോസ്റ്റ് ഈവൻലി മാച്ച്ഡ് ആണ്. സോ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കമ്പയർ ചെയ്യാനില്ല. ഏതെടുത്താലും നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടികൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പം സസ്പെൻഷൻ സെറ്റപ്പിൻ്റെ കേസാണെങ്കിലും അതുപോലെ തന്നെ സീറ്റിംഗ് സ്പേസ് അതുപോലെ സീറ്റിംഗ് കംഫർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും ഏതായാലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി കമ്പയർ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമാണ്, അതാണ് പ്രൈസ്. ഇനി നമുക്ക് പ്രൈസും കൂടെ നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ പെട്ടെന്ന് ഡിസയറിൻ്റെ പ്രൈസും അമേസിൻ്റെ പ്രൈസും കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇതെന്താണ് അമേസിന് ഇത്ര വില കൂടുതൽ, 8 ലക്ഷം രൂപയിലൊക്കെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡിസയർ 6.8 ലാക്സിനടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ. പക്ഷേ അതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ അമേസിൽ അവരൊരു ബേസ് മോഡൽ കൊടുത്തിട്ടില്ല. ബേസ് മോഡൽ ഇൻ ദ സെൻസ് ഇപ്പോൾ ഡിസയറിൽ നമുക്ക് LXA വേരിയൻ്റ് ഉണ്ട്, അതുപോലെ ഒരു ബെയർ ബോൺസ് വേരിയൻറ്റ് ഹോണ്ട അമേസിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിൻ്റെ പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് തന്നെ ഇത്രയും ഹൈ ആയിട്ട് വരുന്നത്. ശരിക്കും ഇതിനെ കമ്പയർ ചെയ്യേണ്ടത് ഡിസയറിൻ്റെ VXI മോഡലായിട്ടാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 7.8 ലാക്സ് ആണ് ഡിസയർ VXIയുടെ എക്സ്ഷോറൂം പ്രൈസ്. ഇതിൻ്റെ 7.99 ആണ്. ജസ്റ്റ് 20,000 ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാനുവലിൻ്റെ ടോപ്പ് ആൻഡ് പ്രൈസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് വാഹനങ്ങളുടെയും എക്സാക്ട്ലി സെയിം ആണ്. 9.69 ലാക്സ് ആണ് ഡിസയറിൻ്റെ ZXI പ്ലസ് ടോപ്പ് ആൻഡ് മാനുവലിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ അമേസിൻ്റെ ടോപ്പ് ആൻഡ് മാനുവലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 9.69 ലാക്സ് ആണ്. ഈവൻലി മാച്ച്ഡ് ആണ്. ഓട്ടോമാറ്റിക്കലി കയറുമ്പോഴേക്കും ഡിഫറൻസ് വരാനുള്ള കാരണം CVT അമേസിലുള്ളതുകൊണ്ടാണ്. ഡിസയറിലും KMT ആണ്. അത് കമ്പാരിറ്റീവ്ലി പ്രൈസ് ഡിഫറൻസ് കുറവായിരിക്കും. കാരണം ഇപ്പോൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ജസ്റ്റ് 45,000 രൂപ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ അമേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 1.2 ലാക്സ് ആണ് ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിന് അഡീഷണൽ ആയിട്ട് മാനുവൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ കൊടുക്കുന്നത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. ബാക്കി സ്റ്റാർട്ടിംഗ് പ്രൈസ് നോക്കുകയാണെങ്കിലും ഓട്ടോമാറ്റിക്കിന് ഡിസയറിന് കമ്പാരിറ്റീവ്ലി കുറവാണ്. വീണ്ടും പറയുന്നു AMT ആയതുകൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആണ് അവിടെ വരുന്നത്. സോ ഇതാണ് പ്രൈസിൻ്റെ കമ്പാരിസൺ. ഇനി നമുക്ക് അടുത്ത ഡിസയറിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് നമ്മൾ അമേസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിസയറിന് കൂടുതലുള്ളത് എന്നൊക്കെ. അതിൽ ഡയമെൻഷൻസ് നമ്മൾ ഓൾറെഡി നോക്കി, അതുപോലെ തന്നെ ഡിസൈനും ഇപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സാണ്. അമേസിൽ നമുക്ക് സെഗ്മെൻറ്റ് എക്സ്ക്ലൂസീവായിട്ട് അഡ്വാൻസ് റെസിസ്റ്റൻസ് സിസ്റ്റം ഒക്കെ ഹോണ്ട കൊടുത്തു എങ്കിൽ പോലും ഡിസയറിലേക്ക് വരുമ്പോഴേക്കും കുറച്ചും കൂടി ആൾക്കാർക്ക് താല്പര്യമുള്ള ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് സുസുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു 360 ക്യാമറ കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റിൽ ഇല്ലാത്തൊരു ഫീച്ചറായിരുന്നു. ഈവൻ ഈ സെഗ്മെൻറ്റിൽ വേറെ ഒരു വണ്ടിയിലും ഈ ഫീച്ചർ അവൈലബിൾ അല്ല, ഇതിനകത്ത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഫീച്ചറാണ്. നമുക്കിപ്പോൾ പാർക്കിംഗ് സ്പേസിൽ സിറ്റി സ്പീഡ്സിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. ഹോണ്ടയിലുണ്ട്, അതായത് അമേസിൽ ലെയിൻ വാസ് ക്യാമറ ഉണ്ട്, പക്ഷേ അത് ലെഫ്റ്റ് സൈഡ് മാത്രമേ വ്യൂ കാണിക്കുകയുള്ളൂ. ഫ്രണ്ടിലും റൈറ്റ് സൈഡിലും ഒന്നും ക്യാമറയില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന ഇൻഫോടൈം സിസ്റ്റം, അത് 9 ഇഞ്ചസിന് ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അമേസിൽ നമുക്ക് 8 ഇഞ്ചേ ഉള്ളൂ. സോ ഇതിന് ചെറുതായിട്ട് സൈസ് കൂടുതലാണ്. അടുത്തൊരു വളരെ മേജർ ചേഞ്ച് വരുന്ന സൺറൂഫിൻ്റെ കാര്യത്തിലാണ്. ഈ സെഗ്മെൻറ്റിൽ ആകെപ്പാടെ സൺറൂഫ് ഉള്ളൊരു വാഹനം ഇത് തന്നെയാണ്. സോ എക്സ്ക്ലൂസീവായിട്ട് ഇതിൻ്റെ അകത്ത് 2 ആൾക്കാർക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സൺറൂഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും വണ്ടി എടുക്കുന്നതിന് സൺറൂഫ് ബേസ്ഡ് ആയിട്ടാണ്. അപ്പോൾ പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള വാഹനത്തിന് ഒരു സൺറൂഫ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ആൾക്കാർ ഇത് തന്നെ കൺസിഡർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അമേസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. സോ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാം. ഇനി അടുത്ത പോയിന്റ് ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻ്റെ കേസിലാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ലോ ആൻഡ് പവർ നമ്മൾ അമേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അത് അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് ഇനിയും ഇവിടെ പറയുന്നില്ല. പക്ഷേ എന്തായാലും വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് വരുന്ന മൈലേജിൻ്റെ കേസിലാണ്. ഈ വണ്ടിയിൽ നമുക്ക് എങ്ങനെ ഓടിച്ചാലും 10-15 മുകളിൽ മൈലേജ് കിട്ടും. മറ്റേ വണ്ടി അങ്ങനെയല്ല. നിങ്ങൾ അത്യാവശ്യം സ്പിരിറ്റഡ് ആയിട്ട് ഓടിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം സ്പിരിറ്റഡ് ആയിട്ട് ഓടിച്ചാലും നമുക്ക് കുറച്ച് പവർ ആവശ്യമുള്ള സമയത്ത് പവർ കിട്ടുള്ളൂ. പക്ഷേ ഈ വണ്ടി ലോ എൻഡിൽ ഓടിച്ചാൽ അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് റബ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി മൈലേജ് കൂടുതൽ കിട്ടും. നിങ്ങൾ മാന്യമായിട്ടൊക്കെ ഓടിക്കുകയാണെങ്കിൽ 25 മുകളിൽ വരെ കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. 20 മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കിട്ടും. അമേസ് പക്ഷേ 20 കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഹൈവേയിൽ പോകണം. രണ്ടാമത്തെ കാര്യം വളരെ പതുക്കെ ലൈറ്റ് ഫുട്ടിൽ ഓടിക്കണം, എന്നാൽ മാത്രമേ മൈലേജ് കിട്ടുള്ളൂ. അതിനിപ്പം പുതിയ മോഡലിന് അവർ ഓട്ടോമാറ്റിക്കിന് 19 മുകളിൽ ക്ലെയിം ചെയ്യുന്നുണ്ട്. സ്റ്റിൽ സിറ്റി മൈലേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. 10-12 അടുത്തൊക്കെ അതിന് കിട്ടുള്ളൂ. സോ മൈലേജ് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇത് തന്നെയാണ് നല്ലത്. ഇനി അടുത്തൊരു പ്ലസ് പോയിന്റ് CNG ആണ്. നമുക്ക് ഡിസയർ അവർ ഇറക്കിയ സമയത്ത് തന്നെ CNGയും കൂടെ ഇറക്കിയായിരുന്നു. അമേസിൽ പക്ഷേ ഇപ്പോഴും നമുക്ക് ഫാക്ടറി ഫിറ്റഡ് CNG അവൈലബിൾ അല്ല.
ആക്ച്വലി അവരൊരു കിറ്റ് പോലെ ഡീലർഷിപ്പ് വഴി കൊടുക്കുന്നുണ്ടായിരുന്നു CNG ഇതിന് മുമ്പത്തെ സെക്കൻഡ് ജനറേഷൻ അമേസിൽ. അത് കുറച്ച് കാലമായിട്ടുള്ളൂ കൊടുത്തു തുടങ്ങിയിട്ട്. ഈ വണ്ടി നമുക്ക് നോക്കാം അവർ ഇറക്കുന്ന സമയത്ത് അങ്ങനെ ഒരു കിറ്റ് പ്രൊവൈഡ് ചെയ്യുമോ എന്നുള്ളത്. എന്തായാലും ഹോണ്ടയായിട്ട് ആസച്ച് കൊടുക്കുന്നൊന്നുമില്ല, ചില ഡീലർഷിപ്പ് ലെവൽസിലാണ് അവർ ചെയ്യുന്നത്. അതാണ് സംഭവം ഉള്ളത്. സോ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് കമ്പാരിസൺ എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്നത്. എഗൈൻ പ്രൈസ് ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞതാണ്. ഇനി ഇതിൽ ഏതെടുക്കണം എന്നുള്ള ചോദ്യം വരികയാണെങ്കിൽ ടോപ്പ് എൻഡ് മാനുവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ രണ്ടിൻ്റെയും പ്രൈസ് സെയിം ആയതുകൊണ്ട് ഏതെടുത്താലും പ്രൈസ് എന്തായാലും ഒരേപോലെ ഇരിക്കും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്, അതുപോലെ എങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഹോണ്ടയാണോ സുസുക്കിയാണോ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രണ്ട് വണ്ടികളുടെയും സേഫ്റ്റിയുടെ കാര്യത്തിലൊരു കുഴപ്പമില്ല. ഹോണ്ട അവരുടെ ഇൻറ്റേർണൽ ക്രാഷ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വണ്ടി സേഫ് ആണെന്നാണ് പറയുന്നത്. ഡിസൈറിന് ഓൾറെഡി 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയതുമാണ്. സോ അത് കുഴപ്പമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ കേസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൊണ്ട് ബെറ്റർ ഓട്ടോമാറ്റിക് വേണം, AMT വേണ്ട എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമേസ് എടുക്കുന്നവർ നല്ല ചോയ്സ് ആയിരിക്കും. കൂടുതൽ സിറ്റി ഡ്രൈവിംഗ് ഒക്കെയാണ് വരുന്നതെങ്കിലും അമേസ് നല്ലൊരു ചോയ്സ് തന്നെയാണ്. നമുക്കിങ്ങനെ ടൗണിൽ കൂടെ ഒക്കെ വണ്ടിയിൽ ഒഴുകി നടക്കാം, കാരണം ഗിയർ ഷിഫ്റ്റ് ഇല്ല, അത് ഫീൽ ചെയ്യുകയില്ല. അത് ബേസിക്കലി CVT എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ട്യൂണിങ് അങ്ങനെയാണ്. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഡിസൈറും അതുപോലെ പുതിയ അമേസും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.